ഇനി പോകേണ്ടത് ഒരു തല്ലും വഴക്കുമൊക്കെ ഉണ്ടാക്കിയ ഒരു ടീമിനെ ഇപ്പോൾ പോലീസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കാണ് റിപ്പോർട്ടറിന്റെ തൃശൂർ ബ്യൂറോ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, രണ്ടാം പ്രതി വിഷ്ണു ചന്ദ്രൻ എന്നിവർ പിടിയിൽ. വിവരങ്ങളുമായി ടി വി പ്രസാദും ജെയ്സൺ ചാമുളപ്പിലും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ്. രാവിലെ വന്ന് വലിയ 9:20 കരിയോയിൽ ഒഴിച്ച് ഓഫീസിൽ ഒരു ഷോ കാണിച്ചത്. ആ ഷോ കാണിച്ച ആസൂത്രണം ചെയ്ത രണ്ടുപേരും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത് എവിടെ നിന്നാണ്? സുജയ, ഇന്ന് രാവിലെ തൃശ്ശൂരിൽ നമ്മുടെ ബ്യൂറോയ്ക്ക് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ഉടനെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചറിയുകയും കയ്യോടെ പിടിച്ച് തിരുവനന്തപുരത്തെ തമ്പാനൂർ, എനിക്ക് പുറകിൽ കാണുന്ന തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയുമായിരുന്നു. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ മിഥുൻ മോഹൻ ഉള്ളത്. ഇവിടെ തിരുവനന്തപുരത്തെത്തി MLA ഹോസ്റ്റലിൽ ഒളിവിൽ കഴിയാനായിരുന്നു നീക്കം എന്നാണ് ചോദ്യം ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടൂ. ഇനി അവരും വേറെ ഏതെങ്കിലും വഴിയിലൂടെ തിരുവനന്തപുരത്ത് എത്തിയോ അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് പോയത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് മിഥുനിൽ നിന്ന്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ബ്യൂറോയ്ക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണം കഴിഞ്ഞ ഉടനെ തിരുവനന്തപുരത്തേക്ക് വന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയിറങ്ങി MLA ഹോസ്റ്റലിലേക്ക് പോകാനിരിക്കുകയായിരുന്നു സംഭവം. നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച അശ്വിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വിൻ, മിഥുൻ മാത്രമാണോ കൂടെ ഉണ്ടായത്, അല്ല വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? എന്താണ് വിവരം? നിലവിൽ ഉച്ചയോടുകൂടിയാണ് തൃശ്ശൂരിൽ നിന്നും മിഥുൻ മോഹൻ തമ്പാനൂരിലേക്ക് എത്തുന്നത്. തമ്പാനൂരിലേക്ക് എത്തിയ ഉടൻ തന്നെ ഷാഡോ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ തിരിച്ചറിയുന്നു. കാരണം നേരത്തെ മുഖ്യമന്ത്രി അടക്കം ഇയാളെ പിടികൂടണം, അല്ലെങ്കിൽ ഈ നമ്മുടെ ഓഫീസിലേക്ക് ആക്രമണം നടത്തിയ പ്രതികളെ ഉടൻ തന്നെ പിടികൂടണം എന്നുള്ള കർശന നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് വിവിധ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം ഷാഡോ പോലീസുകളെ ഏൽപ്പിച്ചിരുന്നു. ആരെങ്കിലും വന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ എത്തിക്കുന്നതിനുണ്ട്. ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ഉണ്ടായിരുന്നത്. ഇയാൾ വന്ന് വണ്ടി ഇറങ്ങി ഉടൻ തന്നെ ഈ പ്രതിയെ പോലീസ് തിരിച്ചറിയുകയും ഉടൻ തന്നെ തമ്പാനൂർ പോലീസിന് വിവരം അറിയിക്കുകയും ഇങ്ങോട്ടേക്ക് പോലീസ് പാർട്ടി എത്തി ജീപ്പിലേക്ക് ഇവിടെ എത്തിക്കുകയുമായിരുന്നു. നിലവിലിപ്പോൾ ഈ തമ്പാനൂർ CA അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി മിഥുനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമാണ് ബാക്കിയുള്ളവർ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ എത്തി കോൺഗ്രസിന്റെ സംരക്ഷണത്തിൽ ഒളിവിൽ കഴിയാനായിരുന്നു പ്രതികളുടെ അല്ലെങ്കിൽ ഈ മിഥുന്റെ പദ്ധതി എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നും നേരെ തമ്പാനൂരിൽ വന്നിറങ്ങുന്നു. ഇവിടെ നിന്നും നേരെ MLA ഹോസ്റ്റലിലേക്ക് എത്തി അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു പദ്ധതി. പിന്നീട് അവിടെ നിന്ന് മാറി താമസിക്കാൻ എന്നൊരു പദ്ധതിയായിരുന്നു ഇയാൾ ഇട്ടിരുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ളവരും സമാന രീതിയിൽ എന്തായാലും ഇപ്പോൾ ഒളിവിൽ പോകാനുള്ള സാധ്യതയാണ് പോലീസ് കൽപ്പിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ഇവരെ എത്രയും വേഗം പറ്റുമെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ ഇവരെ പിടികൂടാൻ കഴിയുമെങ്കിൽ അത്രയും വേഗം പിടികൂടാം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി, DGP അടക്കമുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വ്യാപകമായ ഒരു പരിശോധനയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ഇതിന്റെ ഇടയിലാണ് ഇപ്പോൾ മുഖ്യപ്രതി, ഒന്നാം പ്രതി തന്നെ തമ്പാനൂർ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഈ പിടിയിലായ മിഥുൻ ഇപ്പോൾ നിലവിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷനുള്ളിൽ തന്നെയുണ്ട്. തമ്പാനൂർ CA അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ബാക്കി വിവരങ്ങൾ, ബാക്കിയുള്ളവർ എവിടേക്കാണ് പോയിട്ടുള്ളത്, എന്താണ് ഇവരുടെ പദ്ധതി, ആരാണ് ഇതിന് പിന്നിൽ, ആരാണ് ഇവരെ ഇളക്കിവിട്ട ഈ ഒരു വലിയൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും വിശദമായി ചോദിച്ചറിയാൻ കഴിയുകയുള്ളൂ. TV പ്രസാദ്. അശ്വിൻ പറഞ്ഞതുപോലെ ഇവരുടെ ഉദ്ദേശം അതായിരുന്നു സുജയ. MLA ഹോസ്റ്റലിലേക്ക് പോവുക, അവിടെ ഒളിവിൽ കഴിയുക എന്നുള്ളതായിരുന്നു പ്ലാനിങ്. അതിനർത്ഥം കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ കൂടി സഹായം മിഥുന് കിട്ടിയിരിക്കണം, അതല്ലെങ്കിൽ MLA ഹോസ്റ്റലിലേക്ക് പോവുക സാധ്യമല്ല. എന്തായാലും ഇനിയിപ്പോൾ ബാക്കിയുള്ളവരെ കുറിച്ചിട്ടുള്ള അന്വേഷണമാണ്. മാത്രമല്ല മിഥുനെ വിശദമായി പോലീസിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. രാവിലെ തൃശ്ശൂർ ബ്യൂറോയിൽ ആക്രമണം നടത്തിയ ഉടനെ തന്നെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുകയായിരുന്നു മിഥുൻ എന്നതാണ്. അതിനുശേഷം മറ്റ് പ്രതികൾ ഇനി എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ചുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതുപോലെ ഇതിൻ്റെ പിറകിൽ ശക്തമായ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പാണ് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ കൊല്ലയിൽ ശ്യാംലാൽ എന്ന് പറയുന്ന പാറശാല മണ്ഡലം സെക്രട്ടറി ഒരു ശബ്ദ സന്ദേശം ഇട്ടത്. ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് കഴിഞ്ഞാൽ 20 പേർ ചേർന്ന് റിപ്പോർട്ടറിൻ്റെ ഓഫീസിൽ കയറി അത് തല്ലിപ്പൊളിക്കണം, റിമാൻഡിൽ പോയാലും കുഴപ്പമില്ല എന്നാണ് കൊല്ലയിൽ ശ്യാംലാൽ പറഞ്ഞത്. കൊല്ലയിൽ ശ്യാംലാൽ റിമാൻഡിലാണ്. ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു.
മിനിഞ്ഞാന്ന് ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസിന് നേരെ കല്ലെറിയുക, അതുപോലെ തീപ്പന്തമെറിയുക തുടങ്ങിയ കലാപരിപാടികളായിരുന്നു കൊല്ലയിൽ ശ്യാംലാൽ നടത്തിയത്. അതിന് പിന്നാലെ ഇന്നലെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് കൊല്ലയിൽ ശ്യാംലാൽ. ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികളായ നിരവധി പേർ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ടർ ടിവിയെ കൈകാര്യം ചെയ്യാനും നമ്മുടെ ഓഫീസ് ആക്രമിക്കാനുമുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അങ്ങനെ ഒരു വിവരം പോലീസ് ഇന്റലിജൻസ് ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായി റിപ്പോർട്ടർ ടിവിയുടെ പല ഓഫീസുകളിലും ഇപ്പോൾ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന വിവരങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു വന്നതിന്റെ വൈരാഗ്യത്തിലാണ് റിപ്പോർട്ടർ ടിവിക്കെതിരെ ഇങ്ങനെ പരസ്യമായി ഓഫീസ് ആക്രമിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ റിപ്പോർട്ടർമാരെയും നമ്മുടെ ക്യാമറമാരെയും നമ്മുടെ ഡ്രൈവർമാരെയും കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ എത്തുന്നത് എന്നുള്ളതാണ്. കൃത്യമായ ഗൂഢാലോചന ഇതിന്റെ പിറകിലുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ രണ്ടാം പ്രതി തൃശൂരിൽ നിന്ന് പിടിയിലായിരിക്കുകയാണ്. ആസൂത്രിതമായ ഒരു നീക്കം. ഷാഫി പറമ്പലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ ഉറ്റ ചങ്ങാതിമാരായി നടക്കുന്ന, തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കുന്ന ആളുകൾ തന്നെയാണ്. നമുക്ക് ആ പ്രതികളെ കൂടി ഒന്ന് ദൃശ്യങ്ങളിൽ കാണിക്കാവുന്നതാണ്. അവരുടെ ചിത്രങ്ങളും നാട്ടുകാർ കാണട്ടെ. എങ്ങനെയാണ് ഇവർ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്നത്, തങ്ങൾക്കെതിരായ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ പെരുമാറുന്നത്, അതിന്റെയൊക്കെ കൃത്യമായ ഉദാഹരണം യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നു. എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും അങ്ങനെയാണ് എന്നല്ല, പക്ഷേ അങ്ങനെയുള്ളവരുമുണ്ട് നിങ്ങൾക്കിടയിൽ എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ തിരിച്ചറിഞ്ഞോളൂ. ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പമുണ്ട്. ജെയ്സൺ ചാമുളപ്പിൽ, രണ്ടാം പ്രതി വിഷ്ണു ചന്ദ്രൻ തൃശൂരിൽ എവിടെ നിന്നാണ് പിടിയിലായത്? ഇവർ ആസൂത്രിതമായി തന്നെ നമ്മുടെ ഓഫീസിലേക്ക് രാവിലെ എത്തുകയായിരുന്നില്ലേ? കരിയോയിലൊക്കെ കയ്യിലുണ്ടായിരുന്നു, കൊടിയുണ്ടായിരുന്നു. നന്നായി നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. വിമർശനം എന്ന് പറയണോ അസഭ്യം എന്ന് പറയണോ ജെയ്സൺ? അല്പം മുമ്പാണ് തൃശൂർ തേക്കിങ്കാട് മൈതാനിൽ നിന്നാണ് രണ്ടാം പ്രതി, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇനി 4 പേർ കൂടി പിടിയിലാകാനുണ്ട്. 4 വകുപ്പുകളാണ് ഇവർക്കെതിരെ പോലീസ് ചാർത്തിയിരിക്കുന്നത്. 329(3), 324(4), 190, അതായത് അതിക്രമിച്ച് കടക്കുക, നാശനഷ്ടമുണ്ടാക്കുക, അന്യായമായി സംഘം ചേരുക. 4-മത്തൊന്ന് സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുന്നതിനുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ബില്ലും ഈ വകുപ്പും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിയമത്തിന്റെ 5-ാം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസാണ്. അങ്ങനെ 4 വകുപ്പുകൾ ചേർത്താണ് 6 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ 2 പേർ, ഇപ്പോൾ 1-2 പ്രതികൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 4 പേരെയും ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെ 9:10 കൂടിയാണ് തൃശ്ശൂരിലെ ഓഫീസിലേക്ക് 6-അംഗ സംഘം എത്തുന്നു. യൂത്ത് കോൺഗ്രസ് മിഥുൻ മോഹന്റെ നേതൃത്വത്തിൽ 6-അംഗ സംഘം എത്തുന്നു. പിന്നീട് ഓഫീസിന്റെ കോമ്പൗണ്ടിലേക്ക് കടന്ന് കാറിന് മുകളിൽ അവരുടെ പതാക കെട്ടുന്നു. അതിനുശേഷം മുകളിലേക്ക് കയറുമ്പോൾ ആ സ്റ്റെപ്പിൽ മുഴുവൻ കരിയോയിൽ ഒഴിക്കുന്നു. പിന്നീട് നാം ഓഫീസ് പൂട്ടിയിരുന്നു. ഓഫീസിന്റെ വാതിലിൽ അശ്ലീലം നിറഞ്ഞ പോസ്റ്ററുകൾ പതിക്കുന്നു. അതിനുശേഷം അവിടെ കരിയോയിൽ ഒഴിക്കുന്നു. പിന്നീട്